പൊക്കം കുറച്ചതാണ് ഇത്. ഈ വലിയ വനങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഒരു കാലത്ത് വലിയ പ്രതാപമുള്ള ഒരു കാലമായിരുന്നു. ആ പ്രതാപമുള്ള ഒരു കാലത്താണ് ഇവിടെ റാണ പ്രതാപ് സിംഗ്, അദ്ദേഹത്തിന്റെ കുതിരയുടെ പേരാണ് ചേതക് കുതിര, ഇല്ലേ? ഇവിടെ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആ മുഗളന്മാരെ തോൽപ്പിച്ച ചരിത്രമുള്ള രാജാക്കന്മാരൊക്കെ ഇവിടെ അക്ബറെ പോലും ഞെട്ടി വെറുപ്പിച്ച ആൾക്കാരായിരുന്നു. ഇതിന്റെ കുതിര റാണ പ്രതാപ് സിംഗിനെ ഒരിക്കലും രക്ഷപ്പെടുത്തി. വലിയ അദ്ദേഹം ആ കുതിരയ്ക്ക് വേണ്ടി ഒരു ശ്മശാന മ്യൂസിയം തന്നെ പണിതു. അദ്ദേഹം കുതിരയുടെ പേരിൽ ഒരു വലിയ മ്യൂസിയം ഉണ്ട്. ആ കുതിരയുടെ പേരിലാണ് ചേതക് സ്കൂട്ടർ ഇറക്കിയത്. അത് റാണ പ്രതാപ് സിംഗിന്റെ കുതിരയുടെ പേരാണ്. അത് ആ കുതിരയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ കൊട്ടാരത്തിലുണ്ടായിരുന്നു. ആ പഴയ കാലഘട്ടത്തിൽ ഇവിടെയൊന്നും മീരാബായി ഉണ്ടായിരുന്നു. ആരാണ്? മീരാബായി. അവരൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് അത്ഭുത ചരിത്രങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ചരിത്രങ്ങൾ. ആ ചരിത്രങ്ങൾ കുറെ ഉറങ്ങി നിൽക്കുന്ന ഒരു കൊട്ടാരാണ്. എനിക്ക് തോന്നുന്നു റാണ പ്രതാപ് സിംഗിനാണോ അറിയില്ല, 16 ഭാര്യമാരായിരുന്നു. 2 3 അല്ല. അത് എന്തിനാണ് അന്ന് ഭാര്യമാരെന്ന് വെച്ചാൽ വെറുതെ മുഗളന്മാരെ പോലെ കല്യാണം കഴിക്കിയിരുന്നില്ല. അന്ന് കല്യാണം കഴിച്ച് എന്തിനാന്ന് വെച്ചാല് അത്രയും ക്ഷത്രിയന്മാരായ കുട്ടികൾക്ക് ജന്മം നൽകാൻ വേണ്ടി. അന്ന് ആ സ്ത്രീകൾ അതിന് തയ്യാറായിരുന്നു. കാരണം രാജ്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടായിരുന്നു അന്ന് അവര് രാജാവിന്റെ പുറത്ത്. അല്ലാതെ മുസ്ലിംമാരെ പോലെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അങ്ങനെ അവര് കുട്ടികൾ ഉണ്ടാക്കുന്നതല്ല. ഇവര് റെഡിയായിരുന്നു കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവര് നല്ല ഐക്യത്തിലും സ്നേഹത്തിലും ഒത്തിരി പേരൊക്കെ ജീവിച്ചവരായിരുന്നു. വളരെ ഒരു നല്ല ഒരു സംസ്കാരത്തിൽ ജീവിച്ചവരായിരുന്നു. നമ്മുടെ ഭാരതത്തിന്റെ സംസ്കൃതി ഒരിക്കലും കൈവിട്ടു പോവാതെ സൂക്ഷിച്ചവരായിരുന്നു ഈ രാജാക്കന്മാരെ. അതുകൊണ്ടാണ് ഇന്നും നമ്മളവിടെ വരുന്നത്. മനസ്സിലായില്ലേ? അവർ കോംപ്രമൈസ് ചെയ്തില്ല, രാജ്യത്തിനെ ഒരിക്കലും ഒറ്റിക്കൊടുക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ കേരളീയർക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ കാര്യം. രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ മുഗളന്മാരുടെ അക്രമത്തിന് വിധേയമായ സ്ഥലമാണ്. അപ്പൊ നാളെ നമ്മൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേര്, ആ ക്ഷേത്രത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം, ശ്രീനാഥ് ജി. കേട്ടോ? നമ്മൾ കേരളക്കാരുണ്ടല്ലോ, ഇത്രയും കുളരാത്ത ലോകത്തുണ്ടാകും. സത്യം പറയാം, ഒരു ചരിത്രം അറിയില്ല. വെറുതെ പൊട്ട കാര്യങ്ങളും